പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സഹോദരങ്ങളെ, ഏറെ നാള് പ്രാർത്ഥിച്ച് ഈശോയുടെ നാമത്തിൽ നമ്മൾ ഈ 2-3 ദിവസം ഒരുമിച്ച് കൂടുകയാണ്. ഏറെ സ്നേഹത്തോടും കടബാധ്യതയോടും കൂടിയിട്ടാണ് നമ്മൾ കർത്താവിൻ്റെ മുമ്പിലായിരിക്കുന്നത്. അതുകൊണ്ട് ഏറെ ഗൗരവത്തോടു കൂടി തന്നെ നമുക്ക് ഈ ദിവസങ്ങളിലായിരിക്കാനായിട്ട് ശ്രമിക്കാം. എന്ന് പറഞ്ഞ എല്ലാവരും പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ ബലിയോട് കൂടിയിട്ടാണ് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നത്. ബലിയിലേക്ക് എല്ലാവരും പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമെന്നോണം നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥനയായ പരിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ കൊടുക്കാം. ഈശോയുടെ സ്നേഹം കൊണ്ട് നമ്മളെല്ലാവരുടെയും മനസ്സും ഹൃദയവും ഈ സമയം നിറയട്ടെ. തൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നില്ല. പിതാവായ ദൈവം ആകർഷിച്ചതുകൊണ്ടാണ് ഒരു സമൂഹമായി നാം ഇന്ന് അവിടുത്തെ തിരുമുമ്പിൽ ആയിരിക്കുന്നത്. യേശുവിന് നമുക്ക് മഹത്വം പറയാം, ത്രിയേക ദൈവത്തിന് നമുക്ക് മഹത്വം പറയാം. കർത്താവേ, ഈ ദിവസം ഞങ്ങൾക്ക് ഒരുക്കി അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങളെ അവിടുത്തെ സ്നേഹത്തിൽ ഒന്നു ചേർത്തു. കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സും ഹൃദയവും നിറയട്ടെ. കർത്താവിൻ്റെ സ്നേഹം കൊണ്ടും കൃപ കൊണ്ടും നമ്മുടെ ഹൃദയം മുഴുവൻ നിറയട്ടെ. ഇരു കരങ്ങളെ യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും തിരുസഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും ഈ സമൂഹത്തിൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും എല്ലാ യുവതി യുവാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും എല്ലാ മാതാപിതാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ മേലും എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, എൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. കരങ്ങളെ ആചാരബോധം പിടിച്ചുകൊണ്ട്
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടന്മാരിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Maria
എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിഞ്ഞോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർക്കനും ബലവാനും അമർദ്ദനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരി പൗലോസ്ലീഹ അധ്യായം 8 1 മുതൽ 11 വരെ. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധുവായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിന് പ്രവണതയനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടി ആണ്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു. ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ
ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു. ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യം ഒഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല. കീഴ്പ്പെടുവാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണത അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മധ്യശരീരങ്ങൾക്ക് നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യുന്നു. പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 5 വാക്യങ്ങൾ 21 മുതൽ. യേശു കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗ് അധികാരികൾ ഒരുവനായ ജായിറോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു. അങ്ങ് വന്ന് അവരുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. യേശു അവൻ്റെ കൂടെ പോയി. വലിയൊരു ജനക്കൂട്ടം തിങ്ങിക്കൂടി പിന്തുടരുന്നുണ്ടായിരുന്നു. 12 വർഷമായ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവരുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്നവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവരുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തമായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് അറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിച്ചു ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തെ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു,
ജനം മുഴുവൻ നിനക്ക് ചുറ്റും കൂടുന്നത് നീ കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവന്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തിയായിരിക്കുക. യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു, ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു? അത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പത്രോസും യാക്കോബിന്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടെ പോരുവാൻ അവൻ അനുവദിച്ചില്ല. അവർ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുകയും ഉച്ചത്തിൽ കരയുകയും അലമുറയിടുകയും ചെയ്യുന്നത് അവൻ കണ്ടു. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെല്ലാവരെയും അവിടെ പുറത്താക്കി. അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരിക്കുന്നിടത്തേക്ക് അവൻ ചെന്നു. അവൻ അവളുടെ കൈ പിടിച്ച്, ബാലികയെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലിത്താക്കും എന്ന് പറഞ്ഞു. തൽക്ഷണം ബാലിക എഴുന്നേറ്റു. അവൾക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മോഡസ്റ്റോയിലെ ജനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജനമായതുകൊണ്ടായിരിക്കണം ഇവിടെ വരുന്നതിന് മുമ്പ് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്തതായിട്ട് വന്നു. നിങ്ങൾക്കറിയാമല്ലോ, അമേരിക്കയിലെ പ്രധാനപ്പെട്ട പല ഡയസിസിൽ എത്തുമ്പോഴും ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് അച്ഛന്മാരായിരുന്നാലും പ്രീച്ചിങ്ങിന് വേണ്ടി വരുന്ന ശുശ്രൂഷകരായിരുന്നാലും പ്രൊഡ്യൂസ് ചെയ്തതായിട്ട് വരും. എന്ന് പറഞ്ഞാൽ അച്ഛന് മോശപ്പെട്ട വലിയ ചരിത്രമൊന്നുമില്ല. അച്ഛൻ്റെ ചരിത്രം ഈ സമൂഹത്തോട് പ്രസംഗിക്കാൻ അത്ര കണ്ട് മോശപ്പെട്ടതല്ല എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ സുപ്പീരിയറിന്റെ കയ്യിൽ നിന്നോ ബിഷപ്പിന്റെ കയ്യിൽ നിന്നോ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ പ്രസംഗിക്കാനായിട്ട് വിളിക്കുന്നത്. ഒന്ന് പറഞ്ഞ എല്ലാവരും പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ജനം കൊള്ളാവുന്നതായതുകൊണ്ട് പ്രസംഗിക്കുന്നവരും സാമാന്യം ഭേദപ്പെട്ടവരായിരിക്കണമെന്ന് ഡയസിസിലെ അധികാരികളുടെ നിർബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ഏറെ അനുഗ്രഹീതരായ മനുഷ്യരാണ്. ഏറെ അനുഗ്രഹീതരായ മനുഷ്യനായതുകൊണ്ടാണ് ദൈവം 15 പേരടങ്ങുന്ന 10-15 പേരോ അടങ്ങുന്ന കുടുംബങ്ങളുള്ള ഒരു കൂട്ടായ്മയിൽ നിന്ന് ഇത്രയധികം പേരെ ഒരുമിച്ച് ചേർത്തതും ഒരൊറ്റ സമൂഹമായി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിപ്പിക്കുകയോ ധ്യാനം കൂടുകയോ അല്ല, മറിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ ദേശത്തിനും നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ തിരുസഭയ്ക്കും സമൂഹത്തിനും മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇത് പറഞ്ഞ എല്ലാവരും പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വചനം ഇതാണ്. പുറപ്പാടിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം. പുറപ്പാടിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം. വചനം എങ്ങനെയാണ്? ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അത്ഭുത കൃത്യം നിങ്ങൾ തിരിച്ചറിയുവിൻ. നമുക്കൊന്ന് ഒരുമിച്ച് പറയാം. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ, ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അത്ഭുത കൃത്യം നിങ്ങൾ കാണുവിൻ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളത്. 1, ഭയപ്പെടേണ്ട. 2, നിങ്ങൾ ഉറച്ചു നിൽക്കണം.
അവിടുത്തെ രക്ഷ നിങ്ങൾ സ്വന്തമാക്കണം. സഹോദരങ്ങളെ, ഈ വചനഭാഗം ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിലാണ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറെ നൂറ്റാണ്ടുകൾ, ഏറെ സംവത്സരങ്ങൾ അടിമത്തത്തിൽ കിടന്ന ഒരു സമൂഹം, ഇസ്രായേൽ സമൂഹം. എന്നാൽ ദൈവം ഏറെ സ്നേഹവും ഏറെ താല്പര്യവും ഈ സമൂഹത്തോട് കാട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സമൂഹത്തെ ദൈവം മിസ്രൈമിൽ നിന്നും, അടിമത്തത്തിന്റെ ദേശത്തു നിന്നും ഇതാ കാനാൻ ദേശത്തേക്ക് നയിക്കുന്ന ഭാഗമാണ് പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ ആദ്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവരെ നയിക്കുന്നതിന് വേണ്ടി ദൈവം പ്രത്യേക വിധത്തിൽ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് മോശ. അവന്റെ ബലഹീനതയും അവന്റെ കുറവുകളെല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് ദൈവം പ്രത്യേകമായി മോശയെ തിരഞ്ഞെടുക്കുകയാണ്. മോശയുടെ നേതൃത്വത്തിൽ ദൈവം തിരഞ്ഞെടുത്ത, ദൈവം ഏറെ സ്നേഹിച്ച ഇസ്രായേൽ സമൂഹം യാത്രയാവുകയാണ്. അവർ ഏറെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. കാരണം 40 സംവത്സരം നീളുന്ന യാത്രയാണ് അവരുടേത്. ഒട്ടേറെ തലമുറകൾ തന്നെ അതിനിടയിൽ പിന്നിട്ടു. ധാരാളം പേര് മരിച്ചു പോയിട്ടുണ്ടാകണം. സഹോദരങ്ങളെ, ദൈവം എങ്കിലും ഇവരോട് പ്രത്യേകമായ കരുണയും വാത്സല്യവും കാണിച്ചുകൊണ്ട് ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. രാത്രി കാലങ്ങളിൽ ഇവരെ നയിക്കുന്നതിന് വേണ്ടി ദൈവം അയക്കുന്ന അഗ്നിസ്തംഭം അവർക്ക് മുകളിൽ ഉദിക്കും. അതിന്റെ പ്രകാശത്തിൽ അവർ നടന്നു നീങ്ങും. വെയിലിന്റെ ചൂടേറ്റ് തളരാതിരിക്കാൻ, യഥാർത്ഥമായ വഴിയെന്ന് തിരിച്ചറിയാൻ മേഘസ്തംഭം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ തലയുടെ മുകളിൽ ഉദിപ്പിക്കും. അങ്ങനെ ഏറെ സന്തോഷത്തോടു കൂടി അവർ യാത്രയാവുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായമാകുമ്പോൾ നമ്മൾ കാണുന്നത്, ഇവരെ അടിമത്തത്തിലാക്കിയിരിക്കുന്ന, ഇവരെ തകർക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഈജിപ്തിലെ ജനവും അവരെ ഭരിക്കുന്ന ഫറവോയും കുതിര പട്ടാളത്തോട് ചേർന്ന് ഇവരുടെ പിറകെ ഗമിക്കുകയാണ്. ഇവർ മുമ്പിലൂടെ നടന്ന് കാനാൻ ദേശം സ്വന്തമാക്കുന്നതിന് വേണ്ടി മോശയുടെ നേതൃത്വത്തിൽ നടന്നു നീങ്ങുന്നു. കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഇവർ കാണുന്ന ഇതാണ്, വലിയ ഒരു ചെങ്കടൽ അവരുടെ മുമ്പിൽ. പിറകേക്ക് നോക്കുമ്പോൾ അവർ കാണുന്നത് കുതിരപ്പട്ടാളം, ഫറവോയുടെ നേതൃത്വത്തിലുള്ള കുതിരപ്പട്ടാളം അവർക്ക് നേരെ വരുന്നു. ഇവർ എന്ത് ചെയ്യും? മുമ്പിൽ നോക്കിയാൽ ചെങ്കടൽ, പിറകിൽ നോക്കിയാൽ തങ്ങൾക്ക് വേണ്ടി കൊലയൊരുക്കാൻ, സമ്മാനമായി കരുതാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഈജിപ്തിന്റെ പടയാളികൾ. സഹോദരങ്ങളെ, ഈ സമയത്ത് ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈജിപ്തിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കൊല്ലാൻ അനുവദിച്ചിരിക്കുന്നത്? ഈ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ, ഇവരുടെ കൈകൾ കൊണ്ട് മരിക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? മോശയ്ക്ക് നേരെ അവർ പിറുപിറുക്കുകയാണ്. ഈജിപ്തിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ ഇവിടെ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? സഹോദരങ്ങളെ, ഈ സമയത്ത് മോശ ഏറെ വേദനിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുത്ത വചനമാണിത്. ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ചു നിൽക്കുവേൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുത കൃത്യം ഇന്ന് ചെയ്യുമെന്ന്. ഒന്ന് പറഞ്ഞ എല്ലാവരും പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി ശബ്ദത്തിൽ പ്രൈസ് ദി ലോർഡ്. ഒരു കരമുയർച്ചെന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഒട്ടേറെ ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന അനുഭവത്തിലൂടെ ആയിരിക്കാം ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയ്ക്ക് വക നൽകാത്ത ഒട്ടേറെ കാര്യങ്ങൾ ആവർത്തിച്ച് കടന്നു വരുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷേ പ്രത്യാശയ്ക്ക് ഒരിടവും നമ്മൾ കാണുന്നില്ലായിരിക്കാം. പല പ്രാവശ്യം തോറ്റുപോയതുകൊണ്ട്, പല പ്രാവശ്യം മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടും വഴി മുട്ടിപ്പോയതുകൊണ്ട്, വിചാരിക്കുന്നതിന് വ്യത്യസ്തമായി മോശപ്പെട്ടതും വിപരീതവുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചു വരുന്നതുകൊണ്ട്, സഹോദരങ്ങളെ,
ധാരാളമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചു വരുന്നത് കൊണ്ടും പരാജയങ്ങൾ ഒട്ടനവധി ഏറ്റെടുക്കേണ്ടി വരുന്നത് കൊണ്ടും മനസ്സ് ഭാരപ്പെട്ട് വിഷമിച്ച് കഴിയുന്ന ഒരു വ്യക്തിയാണോ നീ? ഇന്ന് പ്രഭാതത്തിൽ ദൈവം നിനക്ക് നൽകുന്ന വചനമാണിത്. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ. ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷാകൃത്യം എന്തെന്ന് നീ തിരിച്ചറിയണം. ഒന്ന് പറയാം, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്ന് സുവിശേഷങ്ങൾ നമ്മൾ വായിച്ചു കേട്ടത് പ്രത്യാശയ്ക്ക് വകയില്ലാത്ത ഒരു പിതാവ്, ഒരു സിനഗോഗിന്റെ അധികാരി തന്റെ ഏക മകൾ മരണവുമായി മല്ലിട്ട് കഴിയുന്നത് കണ്ടുകൊണ്ട് ഗുരുവിനും നാഥനുമായ ക്രിസ്തുവിന്റെ മുമ്പിൽ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു വരുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒട്ടേറെ പേരുടെ മേൽ അധികാരമുള്ള വ്യക്തിയാണ് ഈ സിനഗോഗിലെ അധികാരി. ധാരാളം പേരെ സ്വാധീനിക്കാനുള്ള കഴിവ് ഈ സിനഗോഗ് അധികാരിക്കുണ്ടായിരുന്നു. എന്നാൽ സ്വന്തപ്പെട്ട മകൾ, തൻ്റെ കൊച്ചുമകൾ രോഗിണിയായി കഴിയുന്നതും അവൾ അധികം കഴിയാതെ മരിച്ചു പോയേക്കാം എന്നുള്ള തോന്നലും യഥാർത്ഥത്തിൽ ഈശോയുടെ സന്നിധിയിലേക്ക് അയാളെ നയിക്കുകയാണ്. മറ്റാരെയും പറഞ്ഞു വിടാതെ സിനഗോഗ് അധികാരി തന്നെയാണ് ഈശോയുടെ മുമ്പിൽ സൗഖ്യത്തിന് വേണ്ടി കടന്നു ചെല്ലുന്നത്. വിശ്വാസത്തിൽ ഉറച്ച് അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകള് രോഗിയായിട്ട് കഴിയുകയാണ്, അങ്ങ് കടന്നു വരണം. അങ്ങ് എന്തെങ്കിലും ചെയ്താലല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ, ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട സമയങ്ങളിൽ മാനുഷികമായ നമ്മുടെ സ്വാധീനങ്ങൾ കൊണ്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരും. ഒന്ന് പറഞ്ഞ എല്ലാവരും പ്രൈസ് ദി ലോർഡ്. മാനുഷികമായ അധ്വാനം കൊണ്ടോ മാനുഷികമായ ശ്രമങ്ങൾ കൊണ്ടോ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ചില സമയങ്ങളുണ്ട്. ഉദാഹരണത്തിന്, സാമ്പത്തികമായ പ്രശ്നം നമുക്കുള്ള സമയത്ത് സമ്പത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ സമ്പത്ത് ധാരാളമായി ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഒരു മാറാ രോഗം പിടിപെടുമ്പോൾ അത് നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഷയമാകാം. മാറാ രോഗം ഒരു പരിധി വരെ മാറിക്കിട്ടി കഴിയുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് കൈമോശം വന്നു പോകുന്നു. നമ്മുടെ വീട്ടിൽ മോശപ്പെട്ടതെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ആരോടും പറയാൻ പറ്റാത്ത ചില രഹസ്യമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. വീണ്ടും നമ്മുടെ മനസ്സ് ഭാരപ്പെടുകയാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഒട്ടേറെ ഭയവും ഒട്ടേറെ ഭീതിയും നമ്മളുടെ ഉള്ളിൽ കുമിഞ്ഞു കൂടുന്ന സമയമാണിത്. എന്ന് പറഞ്ഞാൽ ഒട്ടേറെ തനിയാകുന്ന സമയം, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സമയം. ഇതുപോലെ തന്നെയാണ് ഈ സിനഗോഗ് അധികാരി. അവൾക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയാത്തൊരു സമയത്താണ് ഈശോയുടെ മുമ്പിലേക്ക് അവൾ കടന്നു ചെല്ലുന്നത്. അയാൾ കടന്നു ചെല്ലുന്നത്. ജായിറോസ് പറഞ്ഞു, എൻ്റെ മകള് രോഗിയാണ്, എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ആവശ്യത്തിനുള്ള പൈസ ഞാൻ അവൾക്ക് വേണ്ടി ചെലവഴിച്ചു, പക്ഷേ രോഗം ഭേദപ്പെടുന്നില്ല. സഹോദരങ്ങളെ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ആളുകളെ പറഞ്ഞയച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട, കാരണം അവൾ മരിച്ചു കഴിഞ്ഞു. ഇതാ ഏതെങ്കിലും വിധത്തിൽ ജീവനിലേക്ക് കടന്നു വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തോന്നിക്കൊണ്ട് ഗുരുവിന്റെ മുമ്പിൽ വന്നു. ഗുരു അവിടെ ചെല്ലുന്നതിന് മുമ്പ്, ഈശോ അവിടെ ചെല്ലുന്നതിന് മുമ്പ് മകൾ മരിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, എല്ലാം തീർന്നു കഴിഞ്ഞു എന്ന് തോന്നുകയാണ് ഈ സിനഗോഗ് അധികാരി. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് അയാൾ പറയുന്നത്, അയാളുടെ വിശ്വാസത്തിലാണ് ഈശോയുടെ മുമ്പിലേക്ക് വന്നതെങ്കിലും മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയാണ് മകൾ എന്നുള്ളത് കൊണ്ട് ഇനി ഈശോയെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇനി ഈശോ നീ എൻ്റെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല, കാരണം ഇനി ഒന്നും ചെയ്യാനായിട്ടില്ല. സഹോദരങ്ങളെ, ഒന്നും ചെയ്യാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന സമയത്ത് ഈശോ അവരോട് പറയുകയാണ്, അല്ല, ഞാൻ നിന്റെ സ്ഥലത്തിലേക്ക് വരാം, നിന്റെ അടുത്തേക്ക് വരാം. എല്ലാം തീർന്നു എന്ന് നീ പറയരുത്. ഇനിയും നിനക്ക് ആശ്വാസം കടന്നു വരും. ഇനിയും നശിച്ചു പോയി എന്നും അവസാനിച്ചു എന്ന് തോന്നുന്നതും പുതിയ വഴികളായി ഞാൻ തുറന്നു കാണിക്കും. സഹോദരങ്ങളെ, ജായിറോസിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതും ജായിറോസിന്റെ
മകളെ ഈശോ സൗഖ്യപ്പെടുത്തുന്നതുമാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഒന്ന് പറഞ്ഞ എല്ലാവരും പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നാളെ എന്ത് ചെയ്യും എന്നോർത്ത് ഭയപ്പെടുന്ന ഭാരപ്പെടുന്ന വ്യക്തിയാണോ ഞാനും നിങ്ങളും? സഹോദരങ്ങളെ, കർത്താവിൻ്റെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കും ഉറപ്പുണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കും ഇനിയും തീർന്നിട്ടില്ല എന്നൊരു ഉറപ്പ് നമ്മൾ ഈ ദിവസം വീണ്ടെടുക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ ഓർക്കുന്ന 2007 ഷാലോമിൻ്റെ ശുശ്രൂഷകളുമായിട്ട് അമേരിക്കയിലെ 3 മാസത്തെ സർവീസിന് വേണ്ടിയിട്ട് വരികയാണ്. ഷാലോമിൻ്റെ പ്രധാന അമരക്കാരനായ ബ്രദർ ബെന്നിപ്പുന്നത്രയും ഞാനും കൂടി. ഇതിനു വേണ്ടി വിസ എടുക്കാൻ ചെന്നൈയിലെ കോൺസുലേറ്റിൽ പോയതാണ്. ഞാനിത് ചില സ്ഥലങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേട്ടവര് രണ്ടാമത് കേൾക്കുക, വേറെ വഴിയൊന്നുമില്ല. സഹോദരങ്ങളെ, ഞാൻ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിലെ സമയത്ത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ അത്യാവശ്യം ഒരു പെട്ടിയിലെ സാധനങ്ങളൊക്കെ ആക്കി മിനിമം സർട്ടിഫിക്കറ്റ്സും സാധനങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പം അതിനൊന്നും വിസയൊന്നും അതിന് കുത്തിയിട്ടില്ല. അതുകൊണ്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, നമുക്കറിയാം US വിസ ചില സമയങ്ങളിൽ വളരെ ലിബറലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, ചില സമയങ്ങളിൽ ഒരുപാട് പിടിച്ചല്ലേ അവർ കൊടുക്കുകയുള്ളൂ. അപ്പം അങ്ങനെ യാതൊരു സ്ഥിതിയുമില്ലാതെ ഒരു സാധ്യതയില്ലാതിരിക്കുന്ന ഒരു സമയമാണത്. എന്നാലും പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തതുകൊണ്ട് വിസയ്ക്ക് വേണ്ടി അവിടെ ചെല്ലുകയാണ്. ട്രെയിൻ 4 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോയിൻമെന്റ് ടൈമും കഴിഞ്ഞു. അപ്പം അവിടെ നിന്ന് ചെന്നൈയിലുള്ള ഷാലോമിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹമാണ് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ്, വണ്ടി ഇറങ്ങിയ ഉടനെ തന്നെ പോകാനായിട്ട്, ട്രെയിൻ ഇറങ്ങിയ ഉടനെ പോകാനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും 4 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ പ്രോഗ്രാം നമ്മൾ എന്തായിരുന്നാലും അനൗൺസ് ചെയ്തു പോയി, ഷിക്കാഗോ ഡയസിന്റെ കെയർ ഓഫിൽ നടത്തുന്നതാണ്, നമുക്ക് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്കിങ്ങനെ വിസ കിട്ടണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രദർ ബെന്നിയും അദ്ദേഹവും ഓടിപ്പോയി കോൺസുലേറ്റിലേക്ക്. എന്നോട് പറഞ്ഞു, ഷാലോം മാസിക ആട്ടിപ്പിടിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ നിൽക്കും, അയാളുടെ കൂട്ടത്തിൽ പോന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ 4 മണിക്കൂർ കഴിഞ്ഞ് ലേറ്റായ ട്രെയിനിൽ അവിടെ ചെന്ന് ഇറങ്ങുന്നു. ഷാലോം മാസിക ആട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയുടെ കൂട്ടത്തിൽ പോവുകയാണ്, അക്ഷരാർത്ഥത്തിന് ഓടുകയാണ്. കോൺസുലേറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നാലും ക്യൂ ഒന്നും തീർന്നിട്ടില്ല. ഞങ്ങളുടെ സമയവും അപ്പോയിൻമെന്റിനുള്ള ടൈമൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞു പോയെങ്കിലും അതിൻ്റെ ആ സമയത്തുള്ള ആളുകൾ പുറത്തു നിൽക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ ഞാനും കയറി ചെന്നു. കുപ്പായം ഒന്നും മാറാൻ, അച്ഛൻകുപ്പായം ഒന്നും ഇടാനുള്ള സമയം കിട്ടിയില്ല. മാത്രമല്ല, ഒരു രാത്രി ട്രെയിൻ യാത്ര ചെയ്ത് വരുന്നതാണ്, ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ പോകേണ്ടതാണ്. ഒന്നുമില്ലെങ്കിലും ഇവിടെയുള്ള വലിയ വലിയ അമ്മമാരുടെ മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെടാറുള്ളതല്ലേ. സഹോദരങ്ങളെ, അവിടെ ചെന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു 65 വയസ്സ് 70 വയസ്സ് പ്രായമുള്ള ഒരു അച്ഛൻ. അച്ഛനോട് അതിൻ്റെ അകത്ത് നിൽക്കുന്ന സ്ത്രീ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ മുഴുവൻ ചോദിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവ് ചെല്ലിക്കുന്ന കുർബാനയുടെ അല്ലെങ്കിൽ കുരിശിന്റെ വഴിയുടെ കുറെ കാര്യങ്ങൾ ചെല്ലിക്കുന്ന, വിശ്വാസ പ്രമാണം ചെല്ലിക്കുകയാണ്. പാവം അച്ഛൻ വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലിയിട്ട് പകുതി വെച്ച് നിന്നുപോയി. നമുക്കറിയാം വിശ്വാസ പ്രമാണമൊക്കെ ഒരുമിച്ച് ഇരുന്നുകൊണ്ടാണ് പോകുന്നതാണ്, അല്ലെങ്കിൽ പീഡാസഹനം കുരിശുമരണമൊക്കെ കഴിയുമ്പോൾ അവിടെ നിൽക്കും. സഹോദരങ്ങളെ, ഈ അച്ഛൻ ഇങ്ങനെ നിന്ന് വിഷമിക്കുകയാണ്. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവേ, പച്ചമരത്തോട് ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ ഉണക്കമരത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? എന്തായിരുന്നാലും അച്ഛന് വിസ കിട്ടിയിട്ടില്ല. അച്ഛന് പാസ്പോർട്ട് തിരിച്ചു കൊടുക്കുന്ന അവിടെ നിന്ന് കാണുകയും ചെയ്തു. ഞാൻ ഏറെ ഭയത്തോടുകൂടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ മിനിമം ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്തായിരുന്നാലും വിസ കിട്ടുമെന്ന് ഉറപ്പായി. ഉടനെ തന്നെ ഷിക്കാഗോയിലുള്ള ഡയസിസിലെ അധികാരപ്പെട്ട വ്യക്തികൾക്ക് വിളിച്ചറിയിച്ചു, വിസ കിട്ടി, അതുകൊണ്ട് തീർച്ചയായും പ്രോഗ്രാമിൽ എത്തുന്നതാണ് എന്ന്. എന്തായിരുന്നാലും അച്ഛ രാത്രി ട്രെയിനിൽ കയറിയതല്ലേ, ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് അച്ഛനെ ഒരു മുറി എടുത്തിട്ടുണ്ട്, അവിടെ പോയി ഫ്രഷായി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഫ്രഷാകാൻ അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയിരിക്കുന്ന ഷാലോമിന്റെ തന്നെ കെയർ ഓഫിലുള്ള ഒരു ഏജന്റിന്റെ വണ്ടിയിൽ, ഒരു മാരുതി കാറിലാണ് ഞങ്ങൾ ശരവണ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്.
ചെന്ന് അവിടെയും ക്യൂ ആയിരുന്നു. കാരണം ഈ കോൺസുലേറ്റിലുള്ള പോകുന്ന ആളുകളൊക്കെ കുറേ പേര് ഭക്ഷണം കഴിക്കാൻ അവിടെ പോകുന്നതോടുകൂടിയായിരിക്കാം. ഞങ്ങളോട് പറഞ്ഞ് അച്ഛ ആ പെട്ടി കയ്യിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ പെട്ടിയുണ്ട്, അച്ഛ ആ പെട്ടി വണ്ടിയിൽ വെച്ചാൽ മതി, കാരണം ഹോട്ടലിൽ ഭയങ്കര തിരക്കാണ് എന്ന് പറഞ്ഞു. നമ്മൾ ശാപ്പാടിന്റെ കാര്യം കേട്ടതല്ലേ, അതുകൊണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി പെട്ടി അതിൻ്റെ അകത്ത് വെച്ച്. ബ്രദർ ബെന്നി നിങ്ങൾക്കറിയാം, അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ട് അവിടെ നിന്ന് റിസൈൻ ചെയ്താണ് ഷാലോമിന്റെ ശുശ്രൂഷയുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ചെങ്കിൽ ഉപേക്ഷിക്കാത്ത ഒന്നുണ്ട്. ഉപേക്ഷിക്കാത്ത എന്താണ്? ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? അവരെല്ലാ സാധനങ്ങളും താഴെ വയ്ക്കും, ഒരു ബാഗ് മാത്രം കൈപിടിക്കും. എപ്പോഴും ഒരു എക്സിക്യൂട്ടീവ് ബാഗ് അല്ലെങ്കിൽ ഒരു പെട്ടി കൈപിടിച്ചുകൊണ്ട് നടക്കും. തുറന്നു നോക്കിയാൽ ഒന്നും ഉണ്ടാകില്ല, വെറുതെ ഒരു പേനയും ഒരു പ്രഷർ പേസ്റ്റേ ഉണ്ടാകുകയുള്ളൂ. എന്നാലും അവർ ഈ സാധനം മുന്നേ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഷാലോമിന്റെ ഏജന്റ് പറഞ്ഞു, സാറേ ആ പെട്ടി അതിൻ്റെ അകത്ത് വെക്കും. അപ്പൊ പറഞ്ഞു, ഇല്ല പെട്ടി കയ്യിലിരുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല സാറേ, അതിൻ്റെ അകത്ത് ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് പോയി ഭക്ഷണം കഴിച്ചു വന്നിട്ട് പിന്നെ സാർ പെട്ടിയെടുത്ത് കൈ പിടിച്ചു. നിർബന്ധിച്ചിട്ട് എന്നോണം പെട്ടി അവിടെ വെച്ച്. സഹോദരങ്ങളെ, പെട്ടി അവിടെ വെച്ച് ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു വരാനുള്ള 1.5 മണിക്കൂർ സമയമെടുത്തു. ഭക്ഷണം അത്ര കഴിച്ചുകൊണ്ടല്ല, അവിടെ ക്യൂ ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ കാണുന്നത് ഇതാണ്, കാറിന്റെ ഗ്ലാസ് കട്ട് ചെയ്ത് ഞങ്ങൾ 2 പേരുടെയും പെട്ടി കള്ളന്മാരെടുത്ത് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ പെട്ടിയിൽ എന്തെന്നല്ലേ, അദ്ദേഹത്തിന്റെ പെട്ടിയിൽ ഒരു 6000 രൂപയുണ്ടായിരുന്ന പഴയ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. എന്റെ പെട്ടിയിൽ ഞാൻ ആരാണെന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ട സകല ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ SSLC ബുക്ക്, അത് ബോർഡിങ്ങിൽ പോകട്ടെ, അതിനുള്ള മാർക്കേ ഉള്ളൂ കരുതാം. ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, PGയുടെ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഐഡന്റിറ്റി കാർഡ്, പട്ടം കിട്ടിയെന്നുള്ള സർട്ടിഫിക്കറ്റ്, കുമ്പസാരിപ്പിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, MPhilന്റെ ഒരു കോൺടാക്ട് ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ്, BEdന്റെ സർട്ടിഫിക്കറ്റ് എന്ന് തുടങ്ങി നമ്മൾ ആരാണെന്ന് ലോകത്തോട് പറയേണ്ട സകല സാധനങ്ങൾ. പിന്നെ ഒരു അച്ചക്കുപ്പായ, പോളിഷ് ചെയ്ത ഷൂ, നന്നായി തേച്ച ഷർട്ട്, ഒരു കൊന്ത, ഇത്രയും സാധനങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. സഹോദരങ്ങളെ, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? മാനുഷികമായി ശ്രമിച്ചാൽ നമുക്ക് അവിടെ വെച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല. എന്നോട് ബ്രദർ ബെന്നി പറഞ്ഞു, അച്ഛാ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല, ഇനി ഈശോയ്ക്ക് നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പറ്റിയ സമയമല്ല. പുള്ളിക്ക് അത് പറയാം, പുള്ളിയുടെ 6000 രൂപയെ പോയിട്ടുള്ളൂ, നമ്മുടെ ആഫീസ് കൂട്ടിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ചെന്നൈയിലാണ്, വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നമ്മളെ കൊണ്ടുപോയി വേറെ വല്ലയിടത്തും ആക്കും. മാനുഷികമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല. സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? യാതൊരു ഉറപ്പുമില്ല. ഇറ്റലിയിലാണ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുന്നതെങ്കിൽ സർട്ടിഫിക്കറ്റ് അവർ വീട്ടിലേക്ക് അയച്ചു തരുമെന്നൊക്കെ പറയാറുണ്ട്. അത്രയും നമ്മുടെ ജനം വളർന്നുവെന്ന് ചിന്തിക്കാൻ മാതിരി ബുദ്ധിഹീനതയൊന്നും നമുക്ക് ബാധിച്ചിട്ടില്ലല്ലോ. എല്ലാ വിധത്തിലും വിഷമിച്ചു. ഉടനെ തന്നെ ഷാലോമിലേക്ക് വിളിച്ചു പറഞ്ഞ് തന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് ഞങ്ങൾ പറഞ്ഞ നേരം കൊണ്ട് കോഴിക്കോട് വന്നിറങ്ങി. അവിടെ മിഠായി തെരുവിൽ നിന്ന് ഒരു പെട്ടിയും അത്യാവശ്യത്തിനുള്ള കുപ്പായമൊക്കെ വാങ്ങിച്ച് ഞാൻ ആശ്രമത്തിലേക്ക് പോവുകയാണ്, പൂനമ്മാവ് ആശ്രമത്തിലേക്ക്. സഹോദരങ്ങളെ, പട്ടി ചന്തയ്ക്ക് പോയി വരുമ്പോൾ നമ്മൾ പറയാറില്ലേ, അതിന് സമാനമായിട്ടാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഗതികെട്ട വിധത്തിലാണ് നമ്മൾ തിരിച്ചു ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എല്ലാ വിധത്തിലും വിഷമിച്ചിരിക്കുകയാണ്. കർത്താവെ, വിസ കിട്ടി, അതല്ല പ്രധാനപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഇത്രയും കാലം നമ്മുടെ ജീവിതവും മനസ്സും ഒക്കെ കൊടുത്ത് നമ്മൾ സമ്പാദിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ? മാത്രമല്ല, ഞാൻ PG കഴിഞ്ഞിട്ട് സഭയിൽ ചേർന്ന ഒരാളാണ്. എന്തുമാത്രം കഷ്ടപ്പെട്ടും എന്തുമാത്രം ബുദ്ധിമുട്ടിയും അധ്വാനിച്ചുമാണ് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ഒപ്പിക്കാനായിട്ട് നമ്മൾ പഠിച്ചതും അധ്വാനിച്ചതും ഒക്കെ. കർത്താവ്, ഇത് മുഴുവൻ തകർന്നു പോയല്ല, അങ്ങയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഇതുപോലെയാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ ചിന്തിച്ച് ഈ മോശയുടെ മുമ്പിൽ ഞങ്ങളെ അങ്ങ് ഈജിപ്തിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ കൊണ്ടുവന്ന് തകർക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ
വിളിച്ച് ഫോണിലൂടെ സംസാരിക്കുന്നതാണ്. അന്ന് മൊബൈലിൽ റോമിംഗ് ചാർജുള്ള സമയമാണ്. ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, മിസ്റ്റർ റോയ് ആണോ എന്ന് ചോദിച്ചു. അയാൾ തമിഴിലാണ് ചോദിക്കുന്നത്. നമ്മൾ അയാളേക്കാൾ മനോഹരമായിട്ട് തമിഴ് പറയുകയാണ്. ഭാഷ എന്ന് പറയുന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ, പ്രശ്നം വരുന്ന നേരത്തെ എല്ലാ ഭാഷയും പുറത്തേക്ക് വരും. സഹോദരങ്ങളെ, ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിച്ചെന്നറിയാവോ? കള്ളന്മാര് വെട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ട്രാവൽ ഏജൻസിയുടെ മുമ്പിൽ അത് വലിച്ചെറിഞ്ഞ് അതിന് പൈസ ഒന്നും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോ അവര് അത് കുത്തി തുറന്നിട്ടാണെങ്കിലും ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുന്നത് കരുതിക്കൊണ്ട് നന്നായിട്ട് കയറൊക്കെ വാങ്ങിച്ച് കെട്ടിയാണ് അത് വലിച്ചെറിഞ്ഞത്. അവിടെ ഒന്നും നഷ്ടമായിട്ടുണ്ടായില്ല. മാത്രമല്ല, എനിക്കത് കൊറിയറായിട്ട് തിരിച്ച് എൻ്റെ കയ്യിൽ വരുന്ന നേരത്ത് കള്ളനാകട്ടെ അതിനകം പോയി ഒന്നാന്തരം ഒരു കവറൊക്കെ വാങ്ങിച്ച് നന്നായിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ മടക്കി ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, അത് 5 പൈസ ഉണ്ടായില്ല. എൻ്റെ കയ്യിൽ തിരിച്ചു കിട്ടുമ്പോൾ അതിനൊരു 2.5 രൂപയുണ്ടായി. ഇതൊരു പിച്ചപ്പാതിരിയുടെ പെട്ടിയാണെന്ന് കരുതി ഒരു 2.5 രൂപ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞ എല്ലാവരും പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത സമയമുണ്ട്. നീ ഏറെ സ്വാധീനമുള്ള വ്യക്തിയാണെങ്കിലും നിനക്കൊരു മാറാരോഗം വരുന്ന നേരത്ത് നീ തനിയാണ്. ഒട്ടേറെ പ്രാർത്ഥിക്കാൻ കഴിവുള്ള വ്യക്തിയാണെങ്കിലും ചില കഠിനമായ ഏകാന്തത നിന്നെ വേട്ടയാടുന്ന സമയത്ത് നിന്റെ ഭയം നിന്റെ വിശ്വാസത്തിന് മുകളിൽ വരുന്ന സമയമായിരിക്കാം. സഹോദരങ്ങളെ, നമ്മൾ തനിയാകുന്ന സമയത്ത്, നമുക്ക് മാനുഷികമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത സമയത്ത്, പിറുപിറുപ്പും ഭാരവും മുഴുവൻ ദൈവത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ച് നമ്മൾ ഏറെ വിശ്വാസത്തോടെ യാത്ര ആരംഭിച്ചിട്ട് ഇടയ്ക്ക് തന്നെ നിന്നുപോകുന്ന സമയത്ത്, ദൈവത്തിന് നേരെ പിറുപിറുപ്പ് ഒരുക്കുന്ന സമയത്ത്, സഹോദര സഹോദരി തിരിച്ചറിയണം, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ദൈവം നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു കരമുയർത്തിട്ട് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, കൈമോശം വന്നുപോയ വ്യക്തികളെ കുറിച്ചുള്ള ചിന്ത, ഇന്നലകളിൽ നമുക്ക് സംഭവിച്ചു പോയ പാപകരമായ ജീവിതമായിരിക്കാം, മോശപ്പെട്ട സാഹചര്യമായിരിക്കാം, ഇതിനെ കുറിച്ചുള്ള ഭാരം, സഹോദരങ്ങളെ, ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കണം. 1 യോഹന്നാൻ 4:4, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിന്റെ അകത്തുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആരാ നിന്റെ അകത്തുള്ളത്? അകത്തുള്ളത് കർത്താവായ യേശു. കർത്താവായ യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ പുറത്തുള്ള മുഴുവൻ ശക്തിയേക്കാൾ നീ ശക്തിയുള്ളവനാണ് എന്ന് തിരിച്ചറിയണം. ഒരു കരയുയർത്തിട്ട് പറഞ്ഞ എല്ലാവരും പ്രൈസ് ദി ലോർഡ്, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഭയം ചിലർക്കെങ്കിലും കടന്നു വരാനുള്ള കാരണം ഇന്നലകളിൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില കാര്യങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് ചിലർ ഭയപ്പെട്ട് കഴിയുന്നത്. ഞാൻ ഓർക്കുന്നു, ഒരു ധ്യാനാവസരത്തിൽ ഒരു വ്യക്തി പങ്കുവച്ചത്, അവരുടെ മക്കൾ ഇന്ന്, പ്രത്യേകിച്ചും മകൾ, വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇയാളുടെ മനസ്സിൽ എപ്പോഴും തേടി വരുന്ന ചിന്ത ഇതാണ്. ഇദ്ദേഹം എപ്പോഴും പറയുന്ന പങ്കുവയ്ക്കുന്ന കാര്യം ഇതാണ്: ഒരു പക്ഷേ എൻ്റെ യൗവനകാലത്ത് മോശപ്പെട്ട ഒരു ജീവിതമാണ് ഞാൻ നയിച്ചത്. എൻ്റെ ഭാര്യയായിട്ട് വന്ന പെൺകുട്ടിയോട് കാര്യങ്ങൾ തുറന്നു പറയാതെ പോലുമാണ് ഞങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടത്. ആദ്യ നാളുകൾ ഏറെ മോശപ്പെട്ടതായിരുന്നു. എന്നാൽ ഇന്ന് ഈശോയിലേക്ക് ഞാൻ തിരിച്ചു വന്നു. ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ മോശപ്പെട്ടൊരു ജീവിതം ഞാൻ നയിച്ചതുകൊണ്ടായിരിക്കാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകൾക്ക് ഇന്നത് സംഭവിച്ചതെന്ന്. സഹോദരങ്ങളെ, നിങ്ങളിൽ ചിലരെങ്കിലും ധാരാളമായ ധ്യാനങ്ങൾ കൂടുന്നവരോ TV പ്രോഗ്രാംസ് വാച്ച് ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം. ഇന്ന് ഏറെ വികലമായ വിധത്തിൽ നൽകപ്പെടുന്ന ഒരു സുവിശേഷമാണിത്. ഏറെ മോശപ്പെട്ട വിധത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ഒരു സുവിശേഷമാണിത്. ഇന്നലകളിൽ നിങ്ങൾ എന്തോ ചെയ്തതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മകൾക്ക് ഇത് സംഭവിച്ചത് എന്ന് വളരെ ശ്രദ്ധയോടുകൂടി അവർ കേൾക്കുക. സഹോദരങ്ങളെ, ചില പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സിന്റെ വ്യൂസ് അനുസരിച്ചോ ചില ടെലി ഇവാഞ്ചലിസ്റ്റുകളുടെ പ്രഘോഷണങ്ങൾ കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ എന്തിന്
പക്ഷേ അതുകൊണ്ടാണോ എൻ്റെ മകൾ ഇന്ന് കൈമോശം വന്നിരിക്കുന്നത്? സഹോദരങ്ങളെ, സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8:1 നമ്മളിങ്ങനെ വായിക്കും, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധി ഇല്ല. പാപത്തിന്റെ നിയമവും മരണത്തിന്റെ നിയമവും യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരായതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മേൽ വിജയമാണുള്ളത്. എന്താണ് പാപത്തിന്റെ നിയമം? പാപത്തിന്റെ നിയമം എന്താ? പാപത്തിന്റെ നിയമം പാപം ചെയ്താൽ ശിക്ഷ കിട്ടുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞ് പനി വരുന്നത് പെട്ടെന്ന് തന്നെ കുഞ്ഞിനോട് നമ്മൾ ഉപദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ പറയുന്നത് എന്താണ്? മോളെ, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, ആ മഞ്ഞത്ത് സ്നോയിൽ ഇറങ്ങി, അതുകൊണ്ട് മോൾക്ക് പനി വന്നു. മോളെ, ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, നീ വെയിലത്ത് പോകരുത്, വെയിലത്ത് നീ പോയി, അതുകൊണ്ട് നിനക്ക് പനി വന്നു. കുഞ്ഞ് വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞിന്റെ അബോധ മനസ്സിൽ രൂഢമൂലമാകുന്ന വിധത്തിൽ എഴുതുകയാണ്, ഇതാ തെറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ശിക്ഷ കിട്ടുന്നു. കോസും ഇഫക്റ്റും തമ്മിൽ വളരെ നല്ല ബന്ധമാണുള്ളത്. ഇതാ തെറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ശിക്ഷ കിട്ടുന്നു. ബൈബിളിൽ പറയുന്നത് എങ്ങനെയാണ്? റോമർ 8 വായിക്കുന്നത്, സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ഇനിമേൽ ശിക്ഷാവിധി ഇല്ല. അപ്പോ നിങ്ങൾ പാപത്തിന്റെ നിയമത്തിന്റെ ഭാഗമാകണമെങ്കിൽ, നിങ്ങൾ മരണത്തിന്റെ നിയമത്തിന്റെ ഭാഗമാകണമെങ്കിൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാതിരിക്കുന്ന വ്യക്തിയായിരിക്കണം. യേശു ക്രിസ്തുവിനോട് നമ്മൾ ഐക്യപ്പെടുമ്പോൾ പിന്നെ നമ്മൾ ശിക്ഷാവിധിയുടെ ഭാഗമല്ല, പിന്നെ നമ്മൾ ഒരു പുതിയ കൃപയുടെ ഭാഗമാണ്. അതാണ് പൗലോസ് പറയുന്നത്, ഇനിമേൽ നിങ്ങൾ നിയമത്തിന്റെ ഭാഗമല്ല, മറിച്ച് കൃപയുടെ ഭാഗമാണ്. മരണത്തിന്റെ നിയമം എന്താണ്? മരണത്തിന്റെ നിയമം ജൈവ വസ്തുക്കളൊക്കെ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, മണ്ണിനോട് ചേരുന്നു. ഇതാണ് മരണത്തിന്റെ നിയമം. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? മരണത്തിന്റെ നിയമത്തിൽ നിന്നും നിങ്ങൾ മോചിതരായി. കാരണം നിങ്ങൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, നിങ്ങൾക്ക് ഇതിന് ശേഷം ഒരു ജീവിതമുണ്ട്. സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ഈ പരിശുദ്ധമായ ബലിയുടെ സമയത്ത് ധാരാളമായി പ്രാർത്ഥിക്കേണ്ട ഒരു നിയോഗമായി നിങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുക. നമ്മൾ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഭവിഷ്യത്തുകളെ ഓർത്ത്, പ്രതിസന്ധികളെ ഓർത്ത് ഇനിയും മനസ്സിൽ വിഷമങ്ങൾ കാത്തു സൂക്ഷിക്കരുത്. ഇന്നലകളിൽ നമുക്ക് പറ്റിപ്പോയ അബദ്ധങ്ങളെ ഓർത്ത് നമ്മുടെ മനസ്സ് ഇനി തകരരുത്. കാരണം നമ്മുടെ ദൈവം വലിയവനാണ്. ഇനി നമ്മൾ പാപത്തിന്റെ നിയമത്തിന്റെ കീഴ്പ്പെട്ടവരല്ല, ഇനി നമ്മൾ മരണത്തിന്റെ നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല. അതുകൊണ്ട് ഇന്നലെ നമുക്ക് കഴിഞ്ഞു പോയി, പാസ്റ്റ് ഈസ് ഓൾറെഡി ഗോൺ. ഇനി പാസ്റ്റ് നമ്മളുടെ കയ്യിലില്ല. ഇന്നലെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല. അൺഡു ചെയ്യാൻ ഉള്ള സാധ്യത ഏകമായി ഉള്ളത് കമ്പ്യൂട്ടറിൽ മാത്രമാണ്. ഇന്നലെ മാറ്റിമറിക്കാൻ ആർക്കാണ് പറ്റുന്നത്? നമുക്ക് ആർക്കും പറ്റില്ല. പക്ഷേ യേശുവിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ഇന്നലെയും ഇന്നും നാളെയും ഒരുവനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിയുമ്പോൾ നഷ്ടമായ നമ്മുടെ ജീവിതം ഈശോ നമുക്ക് വീണ്ടെടുത്ത് തരുന്നു. ഇന്നും നാളെയും അനുഗ്രഹത്തിന്റെ അടയാളമായിട്ട് മാറുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ ബലി തുടർന്ന് അർപ്പിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. മനസ്സും ഹൃദയവും ഇത് ശാന്തമാക്കിക്കൊണ്ട് ഒരൊറ്റ കാര്യമാണ് നമ്മൾ ഈ സമയം ചിന്തിച്ചത്. ഭയപ്പെടേണ്ട, എന്തൊക്കെ സംഭവിച്ചു കൊള്ളട്ടെ, ഞാനും നിങ്ങളും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിന്റെ ഉള്ളിലുള്ളത് ആരാണ്? കർത്താവായ യേശുവാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളും മനുഷ്യരായതുകൊണ്ട് ഒട്ടേറെ വീണു പോകുന്ന പാവപ്പെട്ട മനുഷ്യരാണ്, പാവപ്പെട്ട വ്യക്തികളാണ്. സഹോദരങ്ങളെ, നമ്മൾ എന്തിനു ഭയപ്പെടണം? യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത
കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു യെശയ്യാ 43-ൽ, ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിന്നെ ഞാൻ പേരിൽ ചൊല്ലി വിളിച്ചിരിക്കുന്നു. കർത്താവെ, എല്ലാ ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. പാപഭാരത്തെക്കുറിച്ചുള്ള, സ്നേഹം നിഷേധിക്കപ്പെട്ടതിനെ കുറിച്ചുള്ള, ജീവിതത്തിൽ സംഭവിച്ചു പോയതിനെ കുറിച്ചുള്ള, മറ്റാരൊക്കെയോ പറഞ്ഞു തന്നിരിക്കുന്ന വികലമായ സുവിശേഷത്തെ കുറിച്ചുള്ള എല്ലാ ഭയങ്ങളിൽ നിന്നും മോചിപ്പിച്ച് സ്നേഹത്തിൻ്റെ ഈ സുവിശേഷം, സ്നേഹത്തിൻ്റെ ഈ കൽപ്പന ഏറെ സ്നേഹത്തോടെ നെഞ്ചിലേറ്റുവാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായെ, അങ്ങ് തീവ്രകൃതാൽ അങ്ങ് വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ നടത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സ്ഥലയ്ക്ക് പ്രയാസത്തെ എതിർപ്പുകളെ നേരിടുന്നതിനും അങ്ങയുടെ ജീവിതവും വിജയപ്രദപ്പെടുത്തുന്നതിനും ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയോടെ ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങൾ കഴിവെടുത്ത പങ്കാളികളാകാനുള്ള സന്മനസ് അങ്ങയുടെ അടുത്ത് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആവശ്യമൊത്ത് സത്യസഭയെ തീരുമാനിക്കുവാൻ ഞങ്ങളുടെ പിതാവ് ഫ്രാൻസിസ് ഒന്നാമൻ മാർപ്പാപ്പയെ, ഞങ്ങളുടെ സഭയുടെ തലവൻപിതാവുമായ സ്റ്റീഫൻ മെത്രാനെ, മറ്റെല്ലാ മെത്രാന്മാരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യങ്ങളും ഏകസത്യ വിശ്വാസം അവയെ അപേക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സൂക്ഷിച്ച ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ ചേർത്താൽ സ്ലീഹന്മാരും പ്രവാചകരുമാകുന്ന അടിസ്ഥാനത്തിൽ പടിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷകരാകുവാൻ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്കനുസൃതമായി സുശിക്ഷ ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ്ഗ സൗഭാഗ്യത്തിന് അർഹരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിൽ സാക്ഷികളായി തീർന്ന് മിശിഹായെ ലോകത്ത് നൽകിയിരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും നിർബന്ധങ്ങളെയും പ്രത്യേകിച്ചോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നടക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ കൃപാസനത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും
കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാണ് രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ഒരു കർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും വലുതാവത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയും. അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരം പകർന്ന് ഇവിടെ വീക്ഷിക്കുകയും സത്യജനകമായ രഹസ്യങ്ങൾ പ്രദർശിക്കുകയും പഠിക്കുന്നു. പുരോഹിതൻ തന്റെ മാനസം വഴി സമാധാനം വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വന്തത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുമെന്ന്. സമാധാനം നമ്മോടുകൂടെ. ആത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആചരണങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള അവർക്ക് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ ആയിരങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അനുപരികളുമായ പ്രവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അവർ ആരാധന സമർപ്പിക്കുന്നു.
കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഈ പരിശുദ്ധ ബലിയുടെ യോഗ്യത എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറയ്ക്കും വരും തലമുറകൾക്കും പ്രദാനം ചെയ്യണമേ. യേശുവേ, നിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സമൂഹമാണല്ലോ ഞങ്ങൾ. കർത്താവേ, സ്വന്തം മകനെ ശാപത്തിന്റെ ഭാഗമാക്കാൻ ശാപത്തിന്റെ അടയാളമായ പുരുഷൻ വിട്ടുകൊടുത്ത നിത്യപിതാവായ ദൈവമാണല്ലോ ഉള്ളതെന്ന് ശാപമെന്നും രോഗാതുരമെന്നും കരുതിക്കൊണ്ട് ഏറെ ഭയത്തിൽ കഴിയുന്ന വ്യക്തികളെ കർത്താവെ ഈ പരിശുദ്ധ ബലിയുടെ യോഗ്യതയാൽ അവിടുന്ന് വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തകർക്കപ്പെടേണ്ട വ്യക്തികളല്ല, ഞങ്ങൾ നഷ്ടഭയരാകേണ്ട വ്യക്തികളല്ല. ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ഈശോയുണ്ട്. അവൻ എനിക്ക് വേണ്ടി എനിക്ക് മുമ്പേ പോയതിനാൽ ഞാൻ ഇനിയും തകർക്കപ്പെടേണ്ട വ്യക്തിയല്ല. വീണ്ടെടുക്കാൻ കഴിയാത്തതായി സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ ഒന്നും നിനക്ക് നഷ്ടമായിട്ടില്ല. നീ മോശപ്പെട്ട വ്യക്തിയല്ല, നീ ദൈവത്തിന് പ്രിയപ്പെട്ട വ്യക്തിയാണ്. ദൈവമുള്ള കയ്യിൽ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി. ദിവ്യകാരുണ്യനാഥ, നിന്റെ സ്നേഹത്താൽ നിന്റെ ശക്തിയാൽ ഞങ്ങളുടെ മനസ്സിൽ മുഴുവൻ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവനും ബലഹീനനുമായ ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനെ പങ്കുകാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ചർച്ചകളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക്
സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ ഭരണാധികാരിയുമായ റോമയിലെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ വൈദിക അധ്യക്ഷന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അങ്ങകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന സമൂഹത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ സ്വീകരിക്കണമേ. ഞങ്ങളുടെ നാഥമായ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
അനുതാപത്തോളവാകുന്ന ശ്രമത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങൾക്ക് പശ്ചാത്തലത്തുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൽ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ചിന്തകളും കലകളും വഴി നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കുക. ശത്രുതയിലും ദോഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വ്യക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തനപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ജീവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ വിളപ്പിൽ ആത്മാക്കളെ രക്ഷിക്കാൻ കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണങ്ങളും ക്ഷമിക്കണമേ. മഹോന്നതദൈവമായ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ഒന്നിച്ച് സ്ഥിതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. നമുക്കെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന കരങ്ങളിൽ ഉയർത്തി ഒരുമിച്ച് ആവർത്തിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുകയും സഭയിലവിടത്തേക്ക് സ്ഥിതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവേ, ശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ വർദ്ധിക്കും പാപാപമോചനത്തിനും കാരണമാകും. രണ്ട് വൈദിക വിശുദ്ധ കുർബാന കൊടുക്കുന്നത് രണ്ട് കന്യായി വന്ന് അടുവിലൂടെ വന്ന് കുർബാന സ്വീകരിച്ചു.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവിതായവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകളായി വിവരിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എല്ലാവരും എഴുന്നേൽക്കുക. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ചുള്ള അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കരം അയച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേൽസ്ഥലത്തെ അധികണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കരുണമേ സ്വസ്തി. നിന്നിൽ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ.